ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. അതായത് ഇപ്പോൾ കാലവർഷം തുടങ്ങി എന്ന് വെച്ച് പറഞ്ഞാൽ ഇടവപ്പാതി കഴിഞ്ഞു. വിഷുഫലം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷുഫലത്തിൽ മഴകൾ ഉണ്ടാവും. വിഷു കഴിഞ്ഞ് ഏകദേശം 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ മഴ പെയ്യും. അതിനുശേഷം പുഴകളിലും തോടുകളിലെല്ലാം വെള്ളം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കാലവർഷം വന്നിട്ട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജൂൺ 20-ാം തീയതി തൊട്ടിട്ട് കാലവർഷം വീണ്ടും തുടങ്ങുകയായി എന്നുള്ളതാണ് പറയുന്നത്. അമിതപരമായിട്ടുള്ള ഒരു മഴ സംഘർഷം എന്ന് പറയാനില്ല. ന്യൂനമർദ്ദം ചിലപ്പോൾ കൂടുതലായിട്ട് വരികയാണെങ്കിൽ മഴയുടെ സംഘർഷം കൂടുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ തിരുവാതിര ഞാറ്റുവേല തുടങ്ങിയായി. അപ്പോൾ തിരുവാതിര ഞാറ്റുവേലയിൽ ഏകദേശം 13 ദിവസത്തോളം വരുന്നതാണ്. തിരുവാതിര ഞാറ്റുവേലയിൽ 13 ദിവസവും മഴയുണ്ടാവും എന്നാണ് പഴയ പ്രമാണം അനുസരിച്ച് പറയുന്നത്. എന്നിരുന്നാലും 9 ദിവസമെങ്കിലും ചുരുങ്ങിയത് മഴ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഈ തിരുവാതിര ഞാറ്റുവേലയിലും അതുപോലെ തന്നെ ഈ കാലവർഷം നമ്മുടെ മൺസൂൺ കാലവർഷത്തിലും കിട്ടുവാനുള്ള സാധ്യത ഏകദേശം 20-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ 19 ശേഷം അല്ലെങ്കിൽ 20-ാം തീയതി തൊട്ടോ മഴ തുടങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. കൃഷിക്ക് ആവശ്യപരമായിട്ടുള്ളതും അതുപോലെ തന്നെ നെൽകൃഷിയാണെങ്കിലും മറ്റുള്ള കൃഷികളാണെങ്കിലും എല്ലാറ്റിനും, അതുപോലെ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഈ പയറുവർഗ്ഗങ്ങൾ മറ്റുള്ളതൊക്കെ നടുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനൊക്കെ പറ്റിയ ഒരു സന്ദർഭങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാലവർഷം യഥാശക്തിയോടുകൂടി വരികയും അമിതമായിട്ടുള്ള വെള്ളങ്ങൾ വരികയും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയെല്ലാം ഉണ്ടാവും. എന്നിരുന്നാലും തീവ്രപരമായിട്ടുള്ളൊരു മഴയ്ക്ക് സാധ്യതയില്ല. ന്യൂനമർദ്ദം ഉണ്ടെങ്കിൽ തീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത കൂടുതലായിട്ട് കാണുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ കാലവർഷം ഒതുങ്ങി നിൽക്കുകയാണെങ്കിലും 20-ാം തീയതി തൊട്ടിട്ട് കാലവർഷം തുടങ്ങുകയായി എന്നുള്ളതാണ് പറയുന്നത്. അത് ഏകദേശം ഒരു 2 ആഴ്ച വേളം, അതായത് തിരുവാതിര ഞാറ്റുവേലയിലും പൂർണ്ണ ഞാറ്റുവേലയിലും ആയില്യം ഞാറ്റുവേലയിലും ഉണ്ടാവും. പക്ഷേ എല്ലാ ഞാറ്റുവേലയിലും അടുപ്പിച്ച് മഴ പെയ്യണമെന്നില്ല. തിരുവാതിര ഞാറ്റുവേലയിൽ ഏകദേശം 9 ദിവസം മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആയില്യം പൂയം നക്ഷത്രത്തിലാണ് പൂർണ്ണ നക്ഷത്രത്തിലാണെങ്കിൽ ഏകദേശം 8 ദിവസം മഴ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് നമുക്കൊരു പറയാനുള്ളത് നമ്മുടെ കാണിപ്പയ്യൂർ നമ്പൂതിരി പറയുന്ന മാതിരി അവിടെ ഇത്രാം തീയതി തൊട്ട് ഇത്രാം തീയതി അങ്ങനെ പറയുന്നില്ല. കാലവർഷം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അതെന്തായാലും സംഭവിക്കട്ടെ. മഴ നമുക്ക് ആവശ്യമാണ്. മഴ സംഭരണം ആവശ്യമാണ്. ജലസംഭരണം ആവശ്യമാണ്. ഡാമുകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നു വരണം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്ത വർഷങ്ങളിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തന്നെ വെജിറ്റബിൾ സംബന്ധമായിട്ട്, അത് പച്ചക്കറി സംബന്ധമായിട്ടുള്ള സാധനങ്ങൾക്ക്, അതുപോലെ തന്നെ മത്സ്യ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക്, അതുപോലെ നോൺ സംബന്ധമായിട്ടുള്ള മാംസ സംബന്ധമായിട്ടുള്ള എല്ലാറ്റിനും വൻ വില വർധനവാണ് കാണുന്നത്. അത് കാരണം വെച്ചാൽ വെജിറ്റബിളിനൊക്കെ ഭയങ്കരമായിട്ടുള്ള വിലയാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷത്തെ മഴ കുറവ് കാരണമാണ് ഇപ്രാവശ്യം വില കൂടുവാനുള്ള സാധ്യത. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മഴ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ തന്നെ നമുക്ക് പറയാം. ദൈവത്തിനെ കൈവണങ്ങിക്കൊണ്ട് നമുക്ക് ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടണം എന്നുള്ളത് തന്നെ പ്രാർത്ഥന. നമസ്കാരം.